പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. നമസ്കാരം, ഒമാൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ആഗസ്റ്റ് 21. പ്രധാന വാർത്തകൾ. ഒമാനിൽ നീല സൂപ്പർമൂൺ ദൃശ്യമായി. പൂർണ്ണചന്ദ്രൻ അതിന്റെ ഭ്രമണപഥത്തിൽ ഭൂമിയോട് ഏറ്റവും അടുത്തു വരുന്ന സമയത്താണ് സൂപ്പർമൂൺ ഉദിക്കുക. 3 രാത്രികൾ വരെ ആകാശത്തെ പ്രകാശിപ്പിക്കും. തിങ്കളാഴ്ച രാത്രിയിലെ ചന്ദ്രക്കാഴ്ച ബ്ലൂ മൂൺ എന്നാണ് അറിയപ്പെടുന്നത്. ഒമാന്റെ മാനത്ത് ചന്ദ്രൻ സാധാരണയേക്കാൾ തെളിച്ചമുള്ളതും വലുതുമായി കാണപ്പെട്ടു. 2 or 3 രാത്രികളിൽ സൂപ്പർമൂൺ കാണാൻ കഴിയും. ഏറ്റവും ഉയർന്ന തെളിച്ചവും വലുപ്പവും തിങ്കളാഴ്ച രാത്രിയിലേതിനായിരുന്നു. കടൽ വഴി രാജ്യത്തേക്ക് മദ്യം കടത്താനുള്ള ശ്രമം തടഞ്ഞ് റോയൽ ഒമാൻ പോലീസ്. മുസന്തം ഗവർണറേറ്റിൽ കോസ്റ്റ് ഗാർഡ് പോലീസ് നടത്തിയ പരിശോധനയിലാണ് കടലിലൂടെ ഒമാനിലേക്ക് മദ്യമെത്തിക്കാനുള്ള ശ്രമം പിടികൂടിയത്. വലിയ തോതിൽ മദ്യം കണ്ടുകെട്ടി. സംഭവത്തിൽ 6 പ്രവാസികളെ അറസ്റ്റ് ചെയ്തു. പ്രതികൾ ഏഷ്യൻ രാജ്യക്കാരാണ്. ഇവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിച്ചതായും പോലീസ് പ്രസ്താവനയിൽ അറിയിച്ചു. ബസ് സ്റ്റേഷനുകളിലും സ്റ്റോപ്പുകളിലും റിയൽ ടൈം പാസഞ്ചർ ഇൻഫർമേഷൻ സ്ക്രീൻ സ്ഥാപിക്കാൻ മുവാസലാത്ത് ബന്ധപ്പെട്ട കമ്പനികളിൽ നിന്ന് ടെൻഡർ ക്ഷണിച്ചു. തിരഞ്ഞെടുക്കപ്പെട്ട കേന്ദ്രങ്ങളിലാകും ആദ്യഘട്ടത്തിൽ ഇൻഫർമേഷൻ സ്ക്രീനുകൾ ഒരുക്കുക. ഈ മാസം 28 മുമ്പ് ടെൻഡർ രേഖകൾ സമർപ്പിക്കണം. ഓൺലൈൻ വഴിയാണ് ഇതിന് സൗകര്യമൊരുക്കിയിട്ടുള്ളതെന്നും മുവാസലാത്ത് അറിയിച്ചു. ബസ് സ്റ്റേഷനുകളിലും ബസ് സ്റ്റോപ്പുകളിലും എത്തുന്ന യാത്രക്കാർക്ക് മുവാസലാത്തിന്റെ യാത്രാസമയം ഉൾപ്പെടെയുള്ള വിവരങ്ങൾ അറിയുന്നതിന് പാസഞ്ചർ ഇൻഫർമേഷൻ സ്ക്രീൻ ഗുണം ചെയ്യും. നിലവിൽ മുവാസലാത്ത് ആപ്ലിക്കേഷൻ വഴി ഈ സൗകര്യം ലഭ്യമാക്കിയിട്ടുണ്ട്. യാത്രക്കാർക്ക് കൂടുതൽ മികച്ച സേവനങ്ങൾ ഉറപ്പുവരുത്തുകയാണ് ലക്ഷ്യമെന്നും ദേശീയ ഗതാഗത കമ്പനി പ്രസ്താവനയിൽ പറഞ്ഞു. പാസഞ്ചർ ഇൻഫർമേഷൻ സ്ക്രീൻ സ്ഥാപിക്കുക, പ്രവർത്തനം ഏകോപിപ്പിക്കുക, സാങ്കേതിക സൗകര്യങ്ങൾ ഉറപ്പുവരുത്തുക, അറ്റകുറ്റപ്പണികൾ തുടങ്ങിയ ഉത്തരവാദിത്തങ്ങളും ടെൻഡർ ഏറ്റെടുക്കുന്ന കമ്പനികൾക്കായിരിക്കും. ബസ് വരുന്ന സമയം, സർവീസ് സന്ദേശങ്ങൾ, കാലാവസ്ഥാ അറിയിപ്പുകൾ, പരസ്യങ്ങൾ തുടങ്ങിയവ സ്ക്രീനിൽ പ്രദർശിപ്പിക്കും. ഓൺലൈൻ തട്ടിപ്പുകളെക്കുറിച്ച് ആളുകളെ ബോധവാന്മാരാക്കുന്നതിനും തട്ടിപ്പ് സംഘങ്ങളെ നിയന്ത്രിക്കുന്നതിനും പ്രതിരോധ ക്യാമ്പയിനുമായി ടെലികമ്മ്യൂണിക്കേഷൻസ് റെഗുലേറ്ററി അതോറിറ്റി, റോയൽ ഒമാൻ പോലീസ്, ഇലക്ട്രോണിക് ഡിഫൻസ് സെന്റർ, അംഗീകൃത ടെലികമ്മ്യൂണിക്കേഷൻ കമ്പനികൾ എന്നിവയുമായി സഹകരിച്ചാണ് ക്യാമ്പയിൻ. ഡോണ്ട് വാക്ക് ഓൺ യു എന്ന ശീർഷകത്തിൽ നടക്കുന്ന ക്യാമ്പയിന്റെ ഭാഗമായി വിവിധ പദ്ധതികളാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. അടുത്തിടെ നിരവധി ഓൺലൈൻ തട്ടിപ്പുകളിൽപ്പെട്ട് മലയാളികൾ ഉൾപ്പെടെ പണം നഷ്ടമായിരുന്നു. തട്ടിപ്പുകൾക്ക് വിവിധ മാർഗങ്ങളാണ് അവലംബിക്കുന്നത്. പ്രവാസികളടക്കമുള്ള പ്രതികളെയും പോലീസ് ഇക്കാലയളവിൽ പിടികൂടിയിട്ടുണ്ട്. ഒമാന്റെ ഭക്ഷണ വൈവിധ്യങ്ങളെയും പാചകരീതികളെയും പ്രചരിപ്പിക്കുന്നതിനും ഒമാനി ക്യുലിനറി ആർട്സ് ഫെസ്റ്റിവലുമായി പൈതൃക വിനോദസഞ്ചാര മന്ത്രാലയം. ഖരീഫ് സഞ്ചാരികളെ ലക്ഷ്യമിട്ട് ഒരുക്കുന്ന ഫോറം ഈ മാസം 22 മുതൽ 26 വരെ സലാല ഹാഫ ബീച്ചിൽ അരങ്ങേറും. ഭക്ഷ്യമേഖലയിൽ കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനും ഫെസ്റ്റിവൽ വേദിയാകും. ഒമാനി ഭക്ഷ്യവിഭവങ്ങളുടെ നിർമ്മാണ രീതികൾ നേരിൽ കാണുന്നതിനും അവസരമുണ്ടാകും. കുട്ടികളുടെ പാചക കോർണർ, പ്രമുഖ ഒമാനി ഷെഫുമാരുടെ ലൈവ് പാചകം, പ്രാദേശിക കർഷകരുടെയും ഭക്ഷ്യനിർമ്മാതാക്കളുടെയും ഉൽപ്പന്നങ്ങളുടെ കൗണ്ടറുകൾ, റെസ്റ്റോറന്റുകൾ, ഗിഫ്റ്റ്, സുവനീർ കടകൾ എന്നിവയും ഫെസ്റ്റിവൽ നഗരിയിൽ കാണാം. സന്ദർശകരെ ആകർഷിക്കുന്നതിനായി സംഗീത വിരുന്നുകളും ഹഫ ബീച്ചിൽ നാളെ മുതൽ ആരംഭിക്കുമെന്ന് ടൂറിസം ഡയറക്ടർ ജനറൽ അമീറ ബിൻത് ഇഖ്ബാൽ അൽ ലവാദി പറഞ്ഞു. ഏറെ കാത്തിരിപ്പിനൊടുവിൽ യാഥാർത്ഥ്യത്തിലേക്ക് ചുവടുവയ്ക്കുന്ന എയർ കേരളയ്ക്ക് പിന്നാലെ കേരളത്തിൽ നിന്ന് മറ്റൊരു വിമാന കമ്പനിക്ക് കൂടി അനുമതി. കേരളം ആസ്ഥാനമാക്കിയുള്ള അൽ ഹിന്ദ് എയറിന് കേന്ദ്ര വ്യോമയാന മന്ത്രാലയത്തിന്റെ അനുമതി ലഭിച്ചതായി ദേശീയ മാധ്യമമാണ് റിപ്പോർട്ട് ചെയ്തത്. 3 ATR 72 വിമാനങ്ങൾ ഉപയോഗിച്ച് ആഭ്യന്തര പ്രാദേശിക കമ്മ്യൂട്ടർ എയർലൈനായി ആരംഭിക്കാനാണ് കമ്പനിയുടെ പദ്ധതി. ശേഷമാകും ഗൾഫ് മേഖലയുൾപ്പെടെ വിദേശ രാഷ്ട്രങ്ങളിലേക്ക് സർവീസ് നടത്തുക. ഈ വർഷം അവസാനത്തോടെ സർവീസ് പ്രവർത്തനം ആരംഭിക്കാനാണ് കമ്പനി ലക്ഷ്യമിടുന്നത്. സർവീസ് ആരംഭിച്ച് 2 വർഷത്തിന് ശേഷം 20 വിമാനങ്ങൾ കൂടി കമ്പനി വാങ്ങുമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം വഴിയായിരിക്കും സർവീസ് നടത്തുക. തുടക്കത്തിലെ സർവീസ് കൊച്ചി, തിരുവനന്തപുരം, ബാംഗ്ലൂരു, ചെന്നൈ നഗരങ്ങളിലേക്കായിരിക്കും. ആദ്യഘട്ടത്തിൽ ആഭ്യന്തര സർവീസുകളായിരിക്കും അൽ ഹിന്ദ് നടത്തുക. പിന്നീട് ഘട്ടം ഘട്ടമായി രാജ്യാന്തര തലത്തിലേക്കും അഖിലേന്ത്യാ തലത്തിലേക്കും സർവീസുകൾ വ്യാപിപ്പിക്കാനാണ് കമ്പനി ലക്ഷ്യമിടുന്നത്. സംസ്ഥാനത്തിന് സ്വന്തമായി വിമാനം വേണമെന്ന പ്രവാസികളുടെ സ്വപ്നമായിരിക്കും അൽ ഹിന്ദ് എയർ പ്രവർത്തനം ആരംഭിക്കുന്നതോടെ യാഥാർത്ഥ്യമാവുക. അവധിക്കാലത്തും സീസണൽ വേളയിലും
ടിക്കറ്റ് നിരക്ക് കുത്തനെ വർദ്ധിപ്പിക്കുന്ന സാഹചര്യത്തിലാണ് പ്രവാസികൾ കേരളത്തിന് സ്വന്തമായി വിമാനക്കമ്പനി വേണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചത്. ദാഖിലിയ ഗവർണറേറ്റിൽ തൊഴിൽ നിയമം ലംഘിച്ച പ്രവാസികൾ അറസ്റ്റിൽ. ആദം വിലായത്തിലെ വിവിധ ഭാഗങ്ങളിൽ തൊഴിൽ മന്ത്രാലയം ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ലേബർ വിഭാഗം നടത്തിയ പരിശോധനയിലാണ് 25 പേരെ പിടികൂടിയത്. സ്വകാര്യ മേഖലയിൽ ഉൾപ്പെടെയാണ് മന്ത്രാലയം ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിയത്. അറസ്റ്റിലായവരെ തുടർ നടപടികൾ സ്വീകരിച്ചു വരികയാണ്. അതേസമയം തൊഴിൽ നിയമലംഘകരെ കണ്ടെത്തുന്നതിന് പരിശോധന വ്യാപിപ്പിച്ചിരിക്കുകയാണ് തൊഴിൽ മന്ത്രാലയം. സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി സർവീസസുമായി സഹകരിച്ചാണ് തൊഴിൽ മന്ത്രാലയം പരിശോധന നടത്തുന്നത്. തൊഴിൽ വിപണി നിയന്ത്രിക്കുന്നതിനുള്ള വിഷൻ 2040ന്റെ ഭാഗമായാണ് പരിശോധന. വർഷത്തിലെ ആദ്യ പകുതിയിൽ തൊഴിൽ താമസ നിയമലംഘനങ്ങളുമായി ബന്ധപ്പെട്ട് 9,000-ത്തിലധികം തൊഴിലാളികളെയാണ് അറസ്റ്റ് ചെയ്തത്. ഇവരിൽ 7,000 വിദേശികളെ ശിക്ഷാ നടപടികൾക്ക് ശേഷം നാടുകടത്തിയതായും തൊഴിൽ മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യൻ വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നതിനും ടൂറിസം സാധ്യതകൾ പരിചയപ്പെടുത്തുന്നതിനും ഇന്ത്യൻ നഗരങ്ങളിൽ ഒമാൻ പൈതൃക വിനോദസഞ്ചാര മന്ത്രാലയത്തിന്റെ പ്രമോഷണൽ ക്യാമ്പയിൻ ആരംഭിച്ചു. ഡൽഹിയിൽ ഇന്നലെ നടന്ന ആദ്യ വർക്ക്ഷോപ്പിൽ നിരവധി സ്ഥാപനങ്ങൾ സംബന്ധിച്ചു. ടൂറിസം കമ്പനികൾ, ഹോട്ടലുകൾ തുടങ്ങി 18 ഒമാനി സ്ഥാപനങ്ങൾ മന്ത്രാലയത്തിന് കീഴിൽ അണിനിരന്നു. ഇന്ത്യയിലെ പ്രമോഷണൽ ക്യാമ്പയിൻ പ്രവർത്തനങ്ങൾ ഈ മാസം 28 വരെ തുടരുമെന്ന് പൈതൃക വിനോദസഞ്ചാര മന്ത്രാലയം അറിയിച്ചു. വരും ദിനങ്ങളിൽ മുംബൈ, ചെന്നൈ, ബാംഗ്ലൂർ എന്നിവിടങ്ങളിലാണ് വിവിധ പ്രചരണ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. മന്ത്രാലയം അണ്ടർ സെക്രട്ടറി അസാൻ ബിൻ ഖാസിം അൽ ബുസൈദിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ക്യാമ്പയിന് നേതൃത്വം നൽകുന്നത്. ഒമാനും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്തുക, സമ്പന്നമായ ഒമാനി ചരിത്ര പൈതൃകം, പ്രകൃതിരമണീയമായ ടൂറിസം സാധ്യതകൾ, വിവാഹങ്ങൾ, ഈവന്റുകൾ, കോൺഫറൻസ്, എക്സിബിഷൻ ടൂറിസം തുടങ്ങി നിരവധി ടൂറിസം സാധ്യതകൾ പ്രോത്സാഹിപ്പിക്കുന്നതിനു പുറമെ ആകർഷകമായ സ്ഥലങ്ങളും വൈവിധ്യമാർന്ന അനുഭവങ്ങളും ഉയർത്തിക്കാട്ടുകയുമാണ് പ്രമോഷണൽ ക്യാമ്പയിൻ ലക്ഷ്യമിടുന്നത്. ഇബ്ര സഹറത്തുൽ ഖുർആൻ മദ്രസയുടെയും ICF-ന്റെയും RSCയുടെയും സംയുക്താഭിമുഖ്യത്തിൽ നബിദിനാഘോഷം വിപുലമായി സംഘടിപ്പിക്കും. തിരുനബി ജീവിത ദർശനം എന്ന ശീർഷകത്തിൽ നടക്കുന്ന മീലാദ് ക്യാമ്പയിൻ റബീഉൽ അവ്വൽ 1-ന് ആരംഭിച്ച് 30 വരെ നീണ്ടുനിൽക്കും. 1 മുതൽ 12 വരെ ജനകീയ മൗലീദ് സദസ്സും 12-ന് പുലർച്ചെ പ്രഭാത മൗലീദും സെപ്റ്റംബർ 20 വെള്ളിയാഴ്ച നൂറെ മദീന ഗ്രാൻഡ് പ്രോഗ്രാമും നടക്കും. കേരളത്തിൽ നിന്നുള്ള ഗായകരും പ്രഭാഷകരും അണിനിരക്കും. അൽ മഖർ സ്ഥാപനങ്ങളുടെ ശില്പിയും സമസ്ത ട്രഷററുമായിരുന്ന ഖൻസുൽ ഉലമ ചിത്താരി ഉസ്താദിന്റെ ആണ്ടിനോടനുബന്ധിച്ച് അൽ മഖർ ICF ഒമാൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഖൻസുൽ ഉലമ അനുസ്മരണ സമ്മേളനം വെള്ളിയാഴ്ച ജുമുഅയ്ക്ക് ശേഷം ബർക്ക മദ്രസത്തുൽ ഫലാഹിൽ സംഘടിപ്പിക്കും. അൽ മഖർ ഒമാൻ പ്രസിഡന്റ് ഇബ്രാഹിം ബാഖവിയുടെ അധ്യക്ഷതയിൽ ICF നാഷണൽ പ്രസിഡന്റ് ഷെഫീഖ് ബുഖാരി ഉദ്ഘാടനം ചെയ്യും. ഹൈമ തുംറൈത്ത് പാത ഇരട്ടിപ്പിക്കൽ പദ്ധതിയുടെ അവസാന ഭാഗത്തെ പ്രവൃത്തികൾ ഉടൻ ആരംഭിക്കുമെന്ന് ഗതാഗത ആശയവിനിമയ വിവരസാങ്കേതിക മന്ത്രാലയം അറിയിച്ചു. പാത ഇരട്ടിപ്പിക്കുന്നതിനുള്ള ടെൻഡർ വിളിച്ചിട്ടുണ്ടെന്നും അനുയോജ്യമായ കമ്പനിയെ തിരഞ്ഞെടുക്കുന്നതിനാവശ്യമായ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചു വരികയാണെന്നും മന്ത്രാലയം അറിയിച്ചു. 2ാം ഘട്ടത്തിൽ 4000 കിലോമീറ്റർ പാതയാണ് ഇരട്ടിപ്പിക്കാനുള്ളത്. ഖരീഫ് സീസണിലടക്കം ആയിരക്കണക്കിന് പേർ ദിനംപ്രതി ഉപയോഗിക്കുന്ന പാതയാണിത്. വാഹനങ്ങളിൽ നിന്ന് സാധനങ്ങൾ വലിച്ചെറിയുന്നവർക്ക് മുന്നറിയിപ്പുമായി ഒമാൻ പബ്ലിക് പ്രോസിക്യൂഷൻ. ഒമാൻ ഗതാഗത നിയമത്തിലെ ആർട്ടിക്കിൾ 49(6) പ്രകാരം 300 റിയാൽ പിഴയും 10 ദിവസം തടവും ശിക്ഷ ലഭിക്കുന്ന കുറ്റകൃത്യമാണിതെന്ന് അധികൃതർ സാമൂഹിക മാധ്യമങ്ങളിൽ പങ്കുവച്ച സന്ദേശത്തിൽ പറഞ്ഞു. മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നതിന് നിശ്ചയിച്ചിരിക്കുന്ന സ്ഥലങ്ങളിൽ മാത്രം ഒഴിവാക്കണം. അനുചിതമായ മാലിന്യ സംസ്കരണ രീതികൾ നിരുത്സാഹപ്പെടുത്തി പൊതുശുചിത്വവും സുരക്ഷയും നിലനിർത്തുകയാണ് ഈ നടപടി ലക്ഷ്യമിടുന്നതെന്നും പബ്ലിക് പ്രോസിക്യൂഷൻ പറഞ്ഞു. നിരത്തുകളിൽ അലക്ഷ്യമായി വാഹനത്തിൽ നിന്നും സാധനങ്ങൾ വലിച്ചെറിയുന്നത് മറ്റു വാഹനങ്ങളുടെ സുരക്ഷയെയും ബാധിക്കുന്നതാണ്. വഴിയരികിലും റോഡുകളിലും മാലിന്യങ്ങൾ നിറയുന്നതിനും ഇടയാക്കുന്നുണ്ട്. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ ഇവിടെ പൂർണ്ണമാവുന്നു. കൂടുതൽ ഒമാൻ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ വീണ്ടും കാണാം. നമസ്കാരം.